ഇത് കണ്ടോളൂ, പൈനാപ്പിളാണ്, തനി നാടനാണ്. ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അടുത്തുള്ള വീട്ടിൽ അവർ കൊടുത്തതാണ്. നല്ല പഴുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് കട്ടാക്കാം. നല്ല പഴുത്തിട്ടുണ്ട്. കട്ടാക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനെ മുറിച്ചിട്ട് ഇനി കാണിക്കാം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. നല്ലതുണ്ടെങ്കിൽ തിന്നാ, ഇല്ലെങ്കിൽ കേസരി ഭാഷയെല്ലാം ആക്കാം നമുക്ക്. ഇതാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ തോലെടുത്ത് കളയുന്നുണ്ട്. പക്ഷെ നല്ലോണം കൂടുതലെടുത്താലും നല്ലത്. പുളിയുണ്ടാ മധുരമുണ്ടാന്ന് മുറിച്ചിട്ടായിട്ട് നോക്കണം. അത്ര ഗൈസ് ഇപ്പൊ നല്ല മണം വരുന്നുണ്ട്. വായി നല്ല വെള്ളം വരുന്നുണ്ട് ഗൈസ്. വായിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് പുളിയുണ്ടെന്ന് കണക്ക്. ഇത് നല്ലതാണ്. നല്ല ജ്യൂസ് ഉണ്ടാക്കാം. പിന്നെ കേസരി ബാത്ത് ഉണ്ടാക്കുമ്പോൾ ഇത് എടുക്കുന്നുണ്ട്. കേസരി നല്ല പാടാണ്. ക്ഷീര ഇതിട്ടിട്ട് കേസരി ബാത്ത് പറഞ്ഞാലും ക്ഷീര. ഇതിട്ടിട്ട് കേസരി ബാത്ത് ആക്കിയെങ്കിൽ നല്ല പാടാണ്. ക്ഷീര എന്ന് പറയും നമ്മള്. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് റൗണ്ട് ആക്കിട്ട് മുറിക്കാം. ഇങ്ങനെ നല്ല പാകണ്ടെന്ന് തോന്നുന്നു കാണുമ്പോ തന്നെ. ഹായ് ഫ്രണ്ട്സ്, നോക്കിക്കൊള്ളൂ എങ്ങനെ സ്ലൈസ് ആക്കി കട്ട് ചെയ്യാം. ഞങ്ങൾ ഇന്നെ കഴിക്കുന്നതാണ്. വേറെ മിക്സ് ആക്കിയിട്ട് വേറെ പൊടി ഒന്നും ഇടാറില്ല. ഇന്നെ തിന്നാൻ വേണ്ടിയിട്ടാണ്. ചിലരെല്ലാം പൊടിയെല്ലാം ഇടുന്നു, മുളക് പൊടി, ഉപ്പ് അങ്ങനെല്ലാം ഇട്ടിട്ട് കഴിക്കുന്നു. ഇപ്പൊ കടയിലെല്ലാം സ്ട്രീറ്റ് ഫുഡായിട്ടെല്ലാം അങ്ങനെ കൊടുക്കുന്നു അല്ലെ, മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട്. അപ്പൊ കഴിച്ചിട്ട് നോക്കാം. കഴിച്ച് എടുത്തോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഹായ് ഫ്രണ്ട്സ്, നല്ല മധുരമുണ്ട്. ഇതിന് പഞ്ചസാര ഇട്ട് തിന്നാം, പക്ഷെ വേണ്ട, നല്ല സ്വീറ്റാണ്. നല്ല പാങ്ങുണ്ട്. ഇത് ഇത്ര തിന്നിട്ട് തീരില്ല. നാളെ ക്ഷീരാക്കണം നമുക്ക്. ഇതാ ഞങ്ങൾ പകുതി വരെ തിന്നു. അതിന് കുറച്ചുണ്ട്, അത് നാളെ കേസരി ബാത്ത് ഉണ്ടാക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.